ഏറ്റവും നല്ല കാര്യം സ്വർണ്ണം ഇല്ലാതെ നടത്തണം. സ്വർണ്ണങ്ങൾ ഉപേക്ഷിക്കുക. പെൺകുട്ടിക്കൊരു മുട്ടമ്മൽ പോലും ഇടാൻ മേലാത്തൊരു സാഹചര്യമാണ് ഇല്ലാഴികക്കാർക്ക്. പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് ആഭരണം വേണ്ടെന്ന് തീരുമാനിക്കും. ഇന്ന് പെണ്ണുങ്ങളെ എല്ലാം തീരുമാനിക്കുന്ന പെണ്ണുങ്ങളാണല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ തന്നെ തീരുമാനിക്കാം. നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മളെയൊക്കെ കൊല്ലാൻ വേണ്ടി ചെയ്യണ പണിയാണിത്. സ്വർണ്ണവില 82,000 കടന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിവാഹ ചടങ്ങുകളിൽ നിന്ന് സ്വർണത്തെ പൊതുജനങ്ങൾ ഒഴിവാക്കുമോ എന്ന് ചോദിച്ചറിയാം. ഈ സ്വർണം ഒഴിവാക്കിയിട്ട് ഒരു കല്യാണം നടത്താമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടോ? അത് കല്യാണം നടത്തുന്നവരല്ലേ പോലെ തീരുമാനിക്കുക. നമ്മളായിട്ട് ഒരു തീരുമാനം പറയേണ്ട ആവശ്യമില്ല. മലയാളികളാണോ ഏറ്റവും കൂടുതൽ സ്വർണത്തിന് വേണ്ടി പരക്കം പായുന്നുള്ള ഒരു വദന്തിയുണ്ട്, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതിനൊന്നുമില്ല. ഞാൻ തമിഴ്നാട്ടിലൊക്കെ സ്വർണ്ണമായിട്ടൊക്കെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. അപ്പൊ അവിടെയൊക്കെ എല്ലാവരും ഇവിടെ അന്ന് 5 പവനൊക്കെ കൊടുത്ത് കെട്ടിക്കുന്ന സമയത്ത് അവിടെ 80-100 പവനൊക്കെ കൊടുത്ത് കെട്ടിപ്പോയി. കുറെ സാധ്യത കുറവായി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ വിവാഹ ചടങ്ങുകളിൽ നിന്ന് സ്വർണം ഒഴിവാക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? ഒഴിവാക്കിയിട്ട് അത് ക്യാഷായിട്ട് ചെയ്ത് കൊടുക്കണം. ഗോൾഡ് ഒഴിവാക്കണം. വിവാഹം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകൾ തമ്മിൽ ഒന്നാക്കുക, രണ്ട് കുടുംബങ്ങളെ ഒന്നാക്കുക എന്നുള്ളതാണ്. അതിൽ സ്വർണം ഒന്നുമല്ല. അത് കാശുള്ളവന്റെ പോഷം. സാധാരണപ്പെട്ടവന് ഭൂമിയിലുണ്ടല്ലോ. ഇവിടെ ആർക്കാ സ്വാതന്ത്ര്യമുള്ളൂ? കാശുള്ളവന് മാത്രം സ്വാതന്ത്ര്യം. പാവപ്പെട്ടവന് ഇന്നും കഷ്ടപ്പാട് തന്നെയല്ലേ. ഏറ്റവും നല്ല കാര്യം സ്വർണ്ണം ഇല്ലാതെ നടത്തണം. പെൺകുട്ടി അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഏറ്റവും നല്ല രീതി നടത്തണം. അങ്ങനെയല്ലേ വേണ്ടേ? സ്വർണ്ണം ഒഴിവാക്കിയുള്ള കച്ചവടം, കല്യാണം നടത്തിയാൽ മതി. ഇത്രയും വിലക്കയറ്റം നമുക്ക് ഉള്ളിടത്തോളം കാലം ഒരു സ്ത്രീയെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ പറ്റത്തില്ല. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അവർക്ക് യാതൊരു നിർവാഹവും ഇല്ല. ഒരു കുട്ടിയെ കല്യാണം ചെയ്ത് പുറത്തേക്ക് വിടാനായിട്ടൊരു മാർഗ്ഗമില്ല. അപ്പം നമ്മളത് സ്വർണ്ണങ്ങൾ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീധനം എന്ന് പറയുന്ന സമ്പത്ത് അതും ഇല്ലാതെയാക്കുക. ഇതൊക്കെ കൊണ്ടേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പോഴും ഇങ്ങനെ സ്വർണ്ണവില കൂടി നിൽക്കുന്ന സാഹചര്യത്തിലും ഒരുപാട് ആൾക്കാരാണ് കടയിലേക്ക് ഇടിച്ചു കയറി പോകുന്നത്. അപ്പൊ അതിനെ എങ്ങനെ ചേട്ടൻ നോക്കിക്കാണുന്നത് കാശുള്ളവൻ, സമ്പത്ത് കൂടുതലുള്ളവൻ, സമ്പത്ത് വീട്ടിൽ വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ സ്വർണം മേടിച്ച് എവിടെയെങ്കിലും നിക്ഷേപിക്കുക. ഇതൊക്കെയാണ് അവരുടെ പരിപാടികൾ. ഉള്ളവൻ മാത്രം ജീവിച്ചാൽ മതി, ഇല്ലാത്തവൻ ജീവിക്കണം. ഒരു പെൺകുട്ടിക്കൊരു മുട്ടമ്മൽ പോലും ഇടാൻ മേലാത്തൊരു സാഹചര്യമാണ് ഇല്ലാഴികക്കാർക്ക്. അതുള്ളവൻ്റെ കൈവശം ഇരിക്കുന്നിടത്തോളം കാലം നമുക്കിതിനൊരു സാധാരണക്കാരായ ഒരു പെൺകൊച്ചിനെ കാതിലൊരു മുട്ടുകമ്മൽ പോലും ഇടാൻ മേലാത്തൊരു സാഹചര്യം ഇല്ലാഴികക്കാർക്ക് അതിനും മാത്രം ഇല്ലാഴിക സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളവൻ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എനിക്ക് പറയാം. സ്വർണത്തിന് ഇങ്ങനെ വില കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്കാണ് അത് ബുദ്ധിമുട്ട്. പാവപ്പെട്ടവര് പെൺകുട്ടികളെ കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കണമെങ്കിൽ സ്വർണ്ണം ഇല്ലാണ്ടൊക്കെ ഇപ്പൊ ഒരു കല്യാണം ഒന്നും നടത്താൻ പറ്റില്ല. അങ്ങനെ നടത്തുമ്പോൾ ഈ സ്വർണ്ണമൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പൊ ഈ ജ്വല്ലറികളിലേക്ക് ഇപ്പോഴും തിക്കി തിരക്കിയാണ് ആൾക്കാർ കയറുന്നത്. അപ്പൊ എത്ര രൂപയായാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിക്കാണല്ലോ അവർക്ക്. അപ്പൊ അതിനെ കുറിച്ച് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? പൈസയുള്ളവരങ്ങനെ പോയി വാങ്ങും, തിക്കി തിരക്കി പോയി വാങ്ങും. പക്ഷെ പൈസ ഇല്ലാത്തവര് വാങ്ങാതിരിക്കും. അപ്പൊ വിവാഹ ചടങ്ങുകളിൽ നിന്ന് സ്വർണത്തെ ഒഴിവാക്കാൻ താല്പര്യമുണ്ടോ? ഒഴിവാക്കാനാണ് താല്പര്യം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട കുട്ടികളൊക്കെ എന്ത് ചെയ്യും? അവരെയൊക്കെ വിവാഹം കഴിച്ച് വയ്ക്കണമെങ്കിൽ കാരണന്മാര് കണ്ടവാനം ബുദ്ധിമുട്ടില്ലേ? സ്വർണ്ണം ഇല്ലാതെ കെട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമുള്ളവര് അങ്ങനെ നടത്തുക. ഇനിയുള്ള കാലത്ത് കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എൻ്റെ മക്കളൊക്കെ കല്യാണം കഴിച്ച് സ്ത്രീധനം കൊടുത്താൽ അത് ഞങ്ങൾ പോകില്ല. സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കാൻ ആരെങ്കിലും വന്നാൽ നമ്മളെ കെട്ടിച്ച് വിടണ്ട എന്നുള്ള രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കാലത്തൊക്കെ സ്ത്രീധനം വേണ്ട. ഒരു 10 പവൻ മേടിക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ 10 ലക്ഷം രൂപയും കാര്യങ്ങളും ആവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. എല്ലാവരും അതിന് തയ്യാറാകണം. നമുക്ക് ഒരാൾ മാത്രം തയ്യാറായിട്ട് കാര്യമില്ല. എല്ലാവരും അതിന് തയ്യാറാകണം. അങ്ങനെ പറയാനുള്ളത്. ഇനി ജ്വല്ലറികളിലേക്ക് ഇടിച്ചു കയറുവാണല്ലോ ഇപ്പോഴും ആൾക്കാർ. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആൾക്കാരുടെ ഉള്ളവൻ്റെ ഒരുപാടുണ്ട്. ഉള്ളവർ ഇടിച്ചു പൊളിച്ച് കയറുന്നു, ഇല്ലാത്തവർ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിൻ്റെ ഉള്ളവര് വേറെ വെറുതെ കൊടുക്കൂല, ആരും സഹായിക്കില്ല. ഉള്ളവര് ഇത് മേടിച്ച് സ്വർണ്ണം മേടിച്ച് കൂട്ടണം. അതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. അതാണ് പെണ്ണുങ്ങൾക്ക് ആവശ്യമില്ല, പിള്ളേർക്ക്. അതേസമയം തള്ളമാര് കിടക്കണുണ്ടോ? കൈമ ഇത്രയും വള ഇട്ടുകൊണ്ട് നടക്കണേ, അവരൊക്കെ തട്ടിക്കളയുകയും ചെയ്യും. അപ്പോൾ സ്വർണ്ണം പിന്നെ ഒരു അസറ്റാണ്. ഈ ജ്വല്ലറികളിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇന്ന് 82,000 രൂപയായി. എന്നിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ബോധമില്ലായ്മയെന്ന് നമ്മൾ പറയുള്ളൂ. അല്ല, ഇങ്ങനെ ഇത്രയും ഈ നക്ഷത്രമൊക്കെ കയറി വെക്കണോണ്ട് എന്താ ഒരു രക്ഷയില്ല. പിന്നെ ഇതൊക്കെ ഒന്നും നല്ലതോർണം അല്ലാതെ പലതും ഡ്യൂപ്ലിക്കേറ്റ് ചേർത്തേക്കണതാ.
ആൾക്കാർക്ക് അങ്ങനെ ഒരു ഭ്രമം. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളെ പോലെയാണ് ആ ഇത്തിരി ചെറുത് അതുകൊണ്ട് ഇത് പെണ്ണുങ്ങൾ തീരുമാനിക്കാം. പെണ്ണുങ്ങൾ അങ്ങനെ തീരുമാനിക്കുമെന്ന് എനിക്ക് തോന്നുള്ളൂ. പിന്നെ ഒരു ഇൻവെസ്റ്റ് ആണ് ഓരോരുത്തർക്ക് സ്വർണ്ണം. ആണുങ്ങൾ ഉദ്ദേശിച്ച ഒരു ഇൻവെസ്റ്റ് ആണ് അത്. ഇപ്പൊ പേരൻസ് ആണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഓരോരുത്തരെ പറഞ്ഞു വിടുന്നത്. അപ്പൊ ഒരു 5 ലക്ഷം മുടക്കി ഇപ്പൊ ആൾക്കാർ അതാണ് പുറത്തേക്ക് പോകണത്. അപ്പൊ അവിടെ ആവുമ്പോ അവിടെ ജീവിച്ചോളും. ഇവിടെ ആവണ ഒരു 10 ലക്ഷം വേണം, ഒരു 10 പവന്റെ സ്വർണം കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ ആൾക്കാർ കുറച്ച് കാശ് മുടക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് വിവാഹ ചടങ്ങുകളിൽ നിന്ന് സ്വർണ്ണം ഒഴിവാക്കുവാണെങ്കിൽ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ തടയാമെന്ന് തോന്നുന്നുണ്ട്. പെണ്ണുങ്ങൾ തന്നെ തീരുമാനിക്കണം. പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് ആഭരണം വേണ്ടാന്ന് തീരുമാനിക്കും. ഇന്ന് പെണ്ണുങ്ങളെല്ലാം തീരുമാനിക്കുന്ന പെണ്ണുങ്ങളാണല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ തന്നെ തീരുമാനിക്കാം. അങ്ങനെ എനിക്ക് സ്വർണം വേണ്ടെന്നുള്ളത് പെണ്ണുങ്ങൾ തീരുമാനിക്കും. വേറെ എന്തെങ്കിലും കഥയിലൊക്കെ ഇടാൻ പറ്റിയ വേറെ എന്തെങ്കിലും കമ്പനികളൊക്കെ വേറെ മെറ്റിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കാൻ പെണ്ണുങ്ങൾ തീരുമാനിച്ചാൽ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ താല്പര്യമുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ എനിക്ക് 2 പെൺമക്കളുണ്ടായി. അന്ന് വില ഉണ്ടായില്ല, അമ്മ കൊടുത്ത് കെട്ടിച്ച്. ഇന്നിപ്പോ ഇത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങി കെട്ടിക്കില്ല. അവരമ്മ കാര്യം പറയും സ്വർണ്ണം തരാൻ കൊടുക്കണത് സ്വർണ്ണമായിട്ടല്ലേ ഇപ്പൊ പണം കൊടുക്കണം. അതേ നമ്മൾ അപ്പൊ സ്വർണ്ണാഭരണങ്ങൾ ഒഴിവാക്കിയിട്ട് പൈസ ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യണം, പൈസ ആയിട്ട് കൊടുക്കണം. അല്ലാണ്ട് ഇപ്പൊ സ്വർണ്ണമൊന്നും പറ്റി കൊടുക്കില്ല. അത്യാവശ്യം അവർക്ക് കൈത്തലും കാതലും ഒക്കെ ഇടാൻ വേണ്ടി ചെറിയ തോതിലുള്ള എന്തെങ്കിലും ഒപ്പിച്ചു കൊടുക്കും. അല്ലാതെ ബാക്കി എന്തെങ്കിലും പൈസ അവർക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എങ്ങനെ പോലാനായി ഇത്രയും 52,000 രൂപ കൊടുത്ത്? ഇത് നമ്മുടെ സർക്കാരല്ല, നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മളെയൊക്കെ കൊല്ലാൻ വേണ്ടി ചെയ്യണ പണിയാണിത് അല്ലേ? ഈ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ കൂടുതൽ, ഞങ്ങളുടെ ഈ മുസ്ലിംസാണ് കൂടുതലും സ്വർണം വാങ്ങിക്കണം. അവരെയൊക്കെ കൊല്ലാൻ വേണ്ടി ചെയ്യണ പണിയാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ അക്രമം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ എൻ്റെ മൂത്ത പെങ്ങളെ കെട്ടിക്കണത് 300 രൂപ ഒരു പവനുള്ളൂ, മനസ്സിലായോ? ആ 300 രൂപക്ക് കടം വീട്ടാൻ എൻ്റെ കാർന്നൂർക്ക് പറ്റാണ്ട് ഞങ്ങൾ പണിയെടുത്താണ് ആ കടം വീട്ടിയത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായി. ഇപ്പൊ ഈ ഒടുക്കത്തെ ഈ വധൂരി സർക്കാർ വന്ന കാരണം ജീവിക്കാൻ പറ്റാതെ